ഇന്ന് ഞാൻ നിൽക്കുന്നത് വയനാട്ടിലെ പ്രകൃതി രമണീയമായ തേയിലത്തോട്ടത്തിന് നടുവിലാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സമ്മാനിക്കുന്നത്. ഇനി നമുക്ക് വയനാടിന്റെ നാട്ടുരുചി തേടി സഞ്ചരിക്കാം. ഹായ്, നാടിന്റെ രുചികളിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഐറ്റമാണ് മലബാർ സ്പൈസി ചിക്കൻ. ഇത് ഏറ്റവും രുചികരമായ രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് വയനാട്ടിൽ, മീൻമുട്ടി ഹൈറ്റ്സ് റിസോർട്ട്. സോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു ചേച്ചിയുണ്ട്. നമുക്ക് ആ ചേച്ചിയെ പരിചയപ്പെടാം. ഹായ് ചേച്ചി. ഹായ്. ചേച്ചിന്റെ പേര് സുനിത. ചേച്ചി, നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മൾ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് കൂടുതൽ ഇതിൽ സ്പൈസി ഐറ്റംസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ സ്പൈസി ഐറ്റംസ് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞത് നമ്മുടെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സ്പൈസസ് ആയിട്ടുള്ള ഐറ്റംസ് നല്ല ഫ്രഷ് ആയിരിക്കും, അതിന്റെ അവൈലബിലിറ്റി കൂടുതലാണ് നമ്മുടെ വയനാട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ചേച്ചി പറയുന്നത്. നമുക്ക് ഈ സ്പെഷ്യൽ ഡിഷിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പുരട്ടി വെച്ച ചിക്കനാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പുരട്ടി വെച്ച് ചിക്കനകത്ത് തേങ്ങാപ്പാലും നട്ട്സും കൂടെ അരച്ചു വെച്ചതാണ്. സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വഴറ്റുക. എന്നിട്ട് പിന്നെ കാക്കപ്പ് തൈരും വഴറ്റിയ സവാളയും കൂടെ മിക്സിയിൽ അടിച്ചത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് എടുക്കണം ആവശ്യത്തിന്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഒരു എത്ര വെളുത്തുള്ളി 4-5 അല്ലി നല്ല ഇഞ്ചി പേസ്റ്റ് ആക്കിയത്. അതിന് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ടൊമാറ്റോ 2 എണ്ണം മിക്സിയിൽ അടിച്ചത്. ഇത്രയാണ് നമ്മുടെ മലബാർ സ്പൈസി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നോക്കാം. സോസ് പാൻ നമ്മളിപ്പോ സ്റ്റവിൽ വെച്ചേക്കാണ്, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. അപ്പൊ നമ്മള് സോസ് പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഒഴിച്ചു. അതിലേക്ക് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം ഇട്ടിപ്പോ സ്പൈസി ചിക്കന് വേണ്ടി, മലബാർ സ്പൈസി ചിക്കന് വേണ്ടി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി അരച്ചത് 5-6 വെളുത്തുള്ളി അരച്ചതാണ്. പിന്നെ ജിഞ്ചർ കുറച്ച് പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് തക്കാളി അരച്ചത്, 2 തക്കാളി മിക്സിയിൽ അരച്ചത്, 2 തക്കാളി മിക്സിയിൽ അരച്ചത്. ടൊമാറ്റോ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. 5 വലിയ ഉള്ളി സ്ലൈസ് ആക്കിയ ശേഷം ഫ്രൈ ചെയ്തിട്ട് അരയ്ക്കുക. അതിലേക്ക് 10 നട്ട്സ് അല്ലെ, 10 നട്ട്സ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് 1 മണിക്കൂർ വെക്കണം ഈ ചിക്കൻ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് നട്ട്സും കൂടെ അരച്ച് ചേർക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലില് 10 നട്ട്സ് അരച്ചത് അടിച്ചു വെച്ചിട്ട് അതിന് കുറച്ച് മല്ലിയില, കറിവേപ്പില കൂടെ കുറച്ച് വറവിടാം. 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, നടുകെ കീറിയ പച്ചമുളക് എത്ര വേണം? 4 അല്ലേ? ഇതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില കുറച്ച് നന്നായിട്ട് ചേർക്കണം. ആദ്യം പച്ചമുളക്, പിന്നെ കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് മല്ലിയിലിട്ട് മിക്സ് ആക്കി വഴിച്ച് ഓഫ് ചെയ്തു. ചിക്കൻ നല്ല വെന്തിരിക്കുകയാണ്. ചിക്കനിലേക്ക് ഒഴിക്കുക.
ചിക്കനിലേക്ക് ഇതപ്പോ നമ്മള് വഴറ്റി വെച്ച ഇതിട്ട് മിക്സ് ആക്കി വെച്ചു. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്കിതൊന്ന് വേറൊരു ഡിഷിലേക്ക് മാറ്റാം. മലബാർ സ്പൈസി ചിക്കൻ എന്റെ കയ്യിൽ റെഡിയായി ഇരിക്കുകയാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റിയാണ്. അപ്പൊ നമ്മൾ കേട്ടറിഞ്ഞ് വന്നതുപോലെ തന്നെ ഈ മീൻമുട്ടി ഹൈറ്റ്സിലുള്ള ഈ ചിക്കൻ സ്പൈസി മലബാർ ചിക്കൻ സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അപ്പൊ ഇത്രയും നല്ലൊരു സ്പെഷ്യൽ ഡിഷ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് മുമ്പിലാക്കിയ ചേച്ചിക്ക് നന്ദി.